2024 അവസാനിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് വരുന്നത്. ക്യാൻസറിനെതിരെ ഫലപ്രദമായ ഒരു വാക്സിൻ വികസിപ്പിച്ചുവെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം, സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ക്യാൻസർ വാക്സിൻ്റെ വികസനത്തിലാണ് തങ്ങളെന്ന് അറിയിച്ചത്. എന്നാൽ ഡിസംബർ ആയപ്പോഴേക്കും വാക്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ക്ലിനിക്കൽ ട്രയലുകൾക്ക് ശേഷം 2025 തുടക്കത്തിൽ തന്നെ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കുമെന്നാണ് റഷ്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ പ്രതിനിധിയും റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ഹെഡുമായിട്ടുള്ള ആൻഡ്രേ കാപ്രിൻ റഷ്യൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ആദ്യത്തെ ട്രയലുകളിൽ തന്നെ ക്യാൻസറിന്റെ വളർച്ചയെ ഗണ്യമായി സ്ലോ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്നും 75 മുതൽ 80% വരെ ട്യൂമറിന്റെ സൈസിനെ കുറയ്ക്കാൻ സാധിച്ചുവെന്നുമാണ് റഷ്യ അവകാശപ്പെടുന്നത്. കൂടാതെ മെറ്റാസ്റ്റാസിസിനെ തടയാനും, അതായത് രണ്ടാമത്തെ തവണ ക്യാൻസർ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഒരു വാക്സിന് കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഗാമലയ നാഷണൽ റിസർച്ച് സെൻറ്ററിലെ, അതായത് കോവിഡ് സമയത്ത് സ്പുട്നിക് വാക്സിനൊക്കെ വികസിപ്പിച്ച ഒരു റിസർച്ച് സെൻ്ററാണ്. അവിടുത്തെ ഹെഡായിട്ടുള്ള അലക്സാണ്ടർ ഗിൻസ്ബർഗ് ഈ വാക്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. കോവിഡ് വാക്സിനൊക്കെ പോലെ ഇതൊരു പ്രിവെൻറ്റീവ് വാക്സിൻ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിവെൻറ്റീവ് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരാതെ സംരക്ഷിക്കുന്ന വാക്സിൻ എന്നാണ്. അതായത് അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്തേക്ക് രോഗകാരികളുടെ ജനിതക ഘടനയെ കടത്തിവിട്ടുകൊണ്ട് ആ ശരീരത്തെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുക എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് വാക്സിനുകളുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ വാക്സിൻ ഒരു പ്രിവെൻറ്റീവ് വാക്സിൻ അല്ല, പകരം അസുഖം വന്ന ഒരു വ്യക്തിയിലേക്കാണ് നമ്മൾ ഈ വാക്സിൻ സപ്ലൈ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇതൊരു പേഴ്സണലൈസ്ഡ് വാക്സിൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഓരോ വ്യക്തിക്കും അയാളുടെ ജനിതക ഘടന അനുസരിച്ചാണ് ഓരോ വാക്സിൻ ഡോസുകളും ഉണ്ടാക്കപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അത് വലിയൊരു പ്രോസസ്സല്ലേ, അതിന് ഒരുപാട് ടൈം ഡിലേ ഒക്കെ എടുക്കില്ലേ എന്ന്. ഒരു ക്യാൻസർ രോഗിയിൽ നിന്നും ക്യാൻസർ സെല്ലിൻ്റെ ഒരു സാമ്പിൾ ശേഖരിക്കുകയും ആ സാമ്പിളിലുള്ള ജനിതക ഘടനയെ AI ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഷൻസിലൂടെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് വാക്സിൻ മോളിക്യൂളുകളാക്കി മാറ്റുകയും ആ വാക്സിൻ മോളിക്യൂളിനെയാണ് തിരികെ രോഗിയുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്യാൻസർ സെല്ലിൻ്റെ അതേ ജനിതക ഘടനയുള്ള വാക്സിൻ ആ ഒരു രോഗിയുടെ ശരീരത്തെ ക്യാൻസർ സെല്ലിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന് സജ്ജമാക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ശരീരത്തിൽ തന്നെയുള്ള സൈറ്റോടോക്സിക് ലിംഫോസൈറ്റ്സ് ഈ ഒരു ക്യാൻസർ സെല്ലുകളെ കൃത്യമായി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വാക്സിൻ്റെ ഒരു ഡോസ് നിർമ്മിക്കാനായിട്ട് ഏകദേശം വേണ്ടി വരുന്നത് 3 ലക്ഷം റൂബിൾസ് ആണ്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയോളം വരും. ഇവിടെയാണ് റഷ്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അടുത്തൊരു പ്രഖ്യാപനം വരുന്നത്. ഈ ഒരു വാക്സിൻ പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് അവർ വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോക ജനതയ്ക്ക് വളരെയധികം ആശ്വാസവും പ്രതീക്ഷകളും നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. വീണ്ടും രസകരമായ ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.